ഹലോ, ഫാദർ ഗബ്രിയൽ ആണോ? അതെ. ആ ഫാദർ, ഞാൻ സൂസനാണ്. സൂസൻ? ജോർജ് അങ്കിളിന്റെ വീട്ടിലെ ഹോം നഴ്സ് സൂസൻ. ആ, സൂസൻ. അങ്കിളിന് എങ്ങനെയുണ്ട്? പറയൂ. ഫാദർ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. അദ്ദേഹത്തിന്റെ നില വളരെ മോശമാണ്. ഈ രാത്രി കഴിയുമോന്ന് തോന്നുന്നില്ല. ഫാദർ എത്രയും വേഗം വരണം. ഓക്കെ, ശരി. ഞാൻ ഇപ്പൊ തന്നെ എത്തിയേക്കാം. താങ്ക് യു ഫാദർ. ഓ മൈ ഗോഡ്, എങ്ങനെ പോവും? വാട്ട് എ ഡേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ലീവ് മീ അലോൺ. ആർ യു പ്രീസ്റ്റ്? അതെ, ഞാനൊരു പുരോഹിതനാണ്. എന്താ കാര്യം? നിങ്ങൾ ആരാ? എന്തിനാ ഈ സമയത്ത് പള്ളിയിലെ മണിയടിച്ചത്? നിങ്ങളെപ്പോലെ ഒരാളെയാണ് ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചത്. എന്താ കാര്യം? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്കല്പം ധൃതിയുണ്ട്. എളിയവരോട് കരുണ കാണിക്കുന്ന യേശുവിനു വേണ്ടിയാ ഞാൻ ഈ കുപ്പായം ധരിച്ചിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, നാളെ രാവിലെ വാ. ഫാദർ പ്ലീസ്, എനിക്കിപ്പോ കുമ്പസരിക്കണം. ഫാദർ, മഞ്ഞ് പെയ്യുന്ന തണുപ്പത്തും മനസമാധാനം കണ്ടെത്താൻ എനിക്കാവുന്നില്ല. മരണത്തിലേക്ക് നടക്കാൻ തീരുമാനിച്ചവനാ ഞാൻ. ഫാദർ പ്ലീസ്, എനിക്കായി ഒരൽപ്പം സമയം തരണം. വരൂ. ജീസസ്, വരൂ. ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഫാദർ. എന്റെ കഴിഞ്ഞ കാലം താങ്ക് യു. എനിക്കറിയാം. ഇവിടുത്തെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ അതെ. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. എപ്പോ നോക്കിയാലും നിനക്ക് ഫോൺ വിളി മാത്രമേ ഉള്ളൂ. സാർ അത് അല്ല, നിനക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? അല്ല സാറേ, വൈഫ്. എന്നാ ഉണ്ടോ ഇന്നത്തെ കളക്ഷൻ? ഇന്ന് കുറവാണ് സാർ. ഓപ്പൺ ചെയ്. ഇതിലൊന്നുമില്ലല്ലോ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാനാ സാറേ? സാർ, ഞാൻ ചോദിച്ച പൈസയുടെ കാര്യം. ആദ്യം പണി പിടിക്കേ, എന്നിട്ട് മതി. വഴിയിൽ കിടക്കുന്ന ഓരോന്നിനെ വിളിച്ചോണ്ട് ഇവിടെ വരും. എന്നിട്ട് മനുഷ്യനെ മനക്കെടുത്താൽ അത് പിന്നെ ഇവിടെയൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്. ആൾക്കാർ കയറി ഇറങ്ങുന്നതാ. ശരി സാർ. എന്താടോ പണി കൊടുക്കണോ? ഒരു രക്ഷയില്ലടോ. എന്താണെന്നറിയോ, വീട്ടിൽ നിന്നാണെങ്കിൽ പൈസ ചോദിച്ച് വിളിയോട് വിളി.
ഭാര്യയാണെങ്കിൽ ഗർഭിണിയായിരിക്കുക. ഞാൻ ആ മനുഷ്യനോട് ഇത്തിരി പൈസ വായ്പ ചോദിച്ചിട്ട് അയാൾ പോസിറ്റീവായിട്ടൊരു മറുപടി പോലും പറയുന്നില്ല. എന്നാ ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലടാവേ. നീ പേടിക്കണ്ടടാവേ, ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ നാളെ വേണമെങ്കിൽ ആളെയും കൂടി ഞാനിങ്ങ് വരാം. ഇവിടെ വെച്ചിട്ടാണേലും ആരും അറിയില്ല. ശരിയെന്നാ. എല്ലാം ഓക്കെ ആവൂടാ. നമുക്കെല്ലാം റെഡിയാക്കാം. നീ ധൈര്യം ഇരിക്കെ. ഹായ്. ഹലോ. ആ, ഇത് നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാ, പെരേര. ആ ഹലോ. ഹലോ. ഹാവ് എ സീറ്റ്. ഇരിക്കൂ. അപ്പോ എല്ലാ കാര്യങ്ങളും ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ താങ്കളൊന്ന് സഹകരിച്ച് നിന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഇവിടെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 10:15 വരുവാണെങ്കിൽ പുള്ളി ബാങ്കിൽ പോകാനായിട്ട് പൈസ എടുക്കാൻ വേണ്ടി വരും. ആ സമയത്താണെങ്കിൽ കസ്റ്റമേഴ്സും ഉണ്ടാവത്തില്ല, നമ്മൾ ഉദ്ദേശിച്ച ഡീല് നടത്താനും പറ്റും. ശരി, ആ സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് വന്നിരിക്കും. ഓക്കെ മിസ്റ്റർ പെരേര. Yeah. What's my deal? How we going to divide that tree? One for you, one share for you, and one for me. Is it okay? Okay. Okay. Done. Okay. 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 All right. ശരി. ഇത് തീർത്തും കുറവാ. That's him. എന്താ നിങ്ങളെ കാണിക്കുന്നത്? പോലീസിനെ വിളിക്കേ. ഹലോ, നിങ്ങൾ എത്തിയോ? ഇല്ല, കാഞ്ഞെന്നാ തോന്നുന്നേ. ആ, അവിടെ വന്നോ, ഞാൻ അങ്ങോട്ട് വരിക. ആ, ഓക്കെ. Nothing to worry. Look. Hey, are you all right? I'm all right. Hey, man. Relax, man. Relax. Yeah. Have a drink. Thank you. Have it. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ട. എവറിത്തിങ് വിൽ ബി He'll be ഓൾ all right. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, പോലീസും അങ്ങനെയൊന്നും. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾക്കുള്ള എമൗണ്ടാ, നിങ്ങളുടെ ഷെയറാ. പോയിക്കോളൂ, എങ്ങനെയെങ്കിലും പോയി കുടുംബം രക്ഷപ്പെടുത്താൻ നോക്ക്. പോയിക്കോളൂ. ചെയ്ത തെറ്റിന് എനിക്ക് അപ്പൊ തന്നെ ശിക്ഷ കിട്ടി ഫാദർ. എന്റെ ഭാര്യ പ്രസവത്തോടെ മരിച്ചു. ആ പണം ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കാരണം ഒരു കുടുംബം ഇല്ലാതെയായി. കുറ്റബോധം കൊണ്ട് മനുഷ്യരുടെ മുമ്പിലെത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഫാദർ. ആ മനുഷ്യനെ ഒരുപാട് അന്വേഷിച്ച് ഞാൻ പലയിടത്തും കാണും. എന്റെ തെറ്റുകളായിട്ട് പറയാം, ഞാൻ പാപിയാണ് ഫാദർ, ഞാൻ പാപിയാണ്. പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം നിന്റെ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. സന്തോഷത്തോടു കൂടി പോവുമോ? May God bless you. ആ, ഞാൻ ഉടനെ എത്താം. ഐ എം ഓൺ മൈ വേ. ഓക്കെ, ശരി ഫാദർ, ഞാനും വരുന്നു. ഞാനൊരു അന്ത്യകൂദാശയ്ക്ക് പോവാ, വേഗം പോണം. അങ്ങ് കൂടെ ഉള്ളപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസമുണ്ട് ഫാദർ. പ്ലീസ് ഫാദർ, ഞാനും വരാം. ഞാൻ പിടിക്കാം. പോകാം, വരൂ.
വരണം ഫാദർ. വല്ലാത്ത ക്ലൈമറ്റ്. എവിടെയാ? വരൂ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്കൂ. എന്നോട് തെറ്റ് ചെയ്തവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു. ഇനി ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. ജീസസ്, ഞാൻ വരുന്നു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഫാദർ, ഫാദർ, എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. വരൂ, പറയാം. ഞാനിനി എന്ത് ചെയ്യണം ഫാദർ? ലോകത്തിന്റെ വെളിച്ചമാകാനല്ല, മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കലാണ് ഇനിയുള്ള നിലപാട്. അതാണ് നിന്റെ ദൗത്യം. അതേ പിതാവേ, ഞാനിപ്പോ സമാധാനം എന്തെന്നറിയുന്നു. നിന്റെ ഉള്ളിൽ ഇന്ന് ക്രിസ്തു ജനിച്ചിരിക്കുന്നു. മെറി ക്രിസ്മസ്. താങ്ക് യു ഫാദർ, താങ്ക് യു. സമാധാനമായി പോകും.